നമസ്കാരം. സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് ഏവർക്കും സ്വാഗതം. SCERT സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്ന് PSC മുൻപ് ചോദിച്ച ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക റിവിഷൻ ക്ലാസ്സാണിത്. ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ നദികളെ പൊതുവെ രണ്ടായി തിരിക്കാം. ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയൻ നദികളെന്നും. ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവയ്ക്ക് വർഷം മുഴുവൻ ജലലഭ്യത ഉണ്ടാവും. വേനൽക്കാലത്ത് ഹിമാലയത്തിലെ മഞ്ഞുരുകി അവയ്ക്ക് ജലം ലഭിക്കുന്നു. എന്നാൽ മൺസൂൺ കാലത്ത് മഴയിലൂടെയും ജലം ലഭിക്കും. ഉപദ്വീപിയൻ നദികൾക്കാവട്ടെ വേനൽക്കാലത്ത് ജലലഭ്യതയ്ക്ക് യാതൊരു സാധ്യതയുമില്ല. മൺസൂൺ കാലത്ത് അവയിൽ മഴ കാരണം ജലം ധാരാളം ഉണ്ടാവും. ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ. ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, കാവേരി, താപ്തി, ഗോദാവരി, മഹാനദി എന്നിവയാണ്. സിന്ധു നദി തിബറ്റിലെ മാനസ സരോവരിൽ ഉത്ഭവിക്കുന്നു. ഏകദേശം 2880 കിലോമീറ്ററാണ് സിന്ധു നദിയുടെ നീളം. എന്നാൽ ഇന്ത്യയിലൂടെ സിന്ധു നദി ഒഴുകുന്നത് കേവലം 709 കിലോമീറ്റർ മാത്രമാണ്. ജമ്മു കാശ്മീരിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ പ്രവേശിച്ചതിന് ശേഷം സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നു. ഈ നദിയുടെ 5 പോഷക നദികളാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയായ സിന്ധു നദി പാകിസ്ഥാന്റെ ദേശീയ നദിയാണ്. എന്നാൽ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്നാണ്. യമുന, കോസി, ഘാഗ്ര, സോൺ എന്നിവയാണ് ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികൾ. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ്. ടീസ്റ്റ, സുബൻസിരി, ലോഹിത്, മാനസ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ. ഉപദ്വീപിയൻ നദികളെ പ്രധാനമായും രണ്ടായി തിരിക്കാം. കിഴക്കോട്ടൊഴുകുന്ന നദികളെന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളെന്നും. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ്. നർമ്മദയും താപ്തിയുമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ. ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയൻ നദി. ഇന്ത്യയിലെ നദികളെക്കുറിച്ച് SCERT പാഠപുസ്തകത്തിൽ നിന്ന് PSC ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഏവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.